മനോഹരമായി ഒഴുകിപ്പോകുന്ന ഗംഗാനദിയും ഉദിച്ചു വരുന്ന സൂര്യനും മറുകര വ്യക്തമായി കാണാൻ പറ്റാത്ത കാഴ്ചകളും എങ്ങോട്ടോ നീങ്ങിക്കൊണ്ടിരിക്കുന്ന തോണിയും ഗംഗ ഉണരുന്നത് കണ്ടുകൊണ്ടുള്ളൊരു സുപ്രഭാതം. ഇന്ത്യയിലെ പുണ്യപുരാതന നഗരമായ ഉത്തർപ്രദേശിലെ കാശി അഥവാ വാരണാസി. സമയത്തിന് പോലും വേഗത കുറയുന്നൊരിടം. മരണത്തിനും ജീവിതത്തിനും ഇടയിലുള്ള നേർത്ത നൂൽപ്പാലം പോലെ. മണികർണിക ഘാട്ടിൻ്റെ മുകളിലൂടെ പുകപടലങ്ങൾ ആകാശത്തിലേക്ക് ഉയർന്നുകൊണ്ടിരിക്കുന്നത് കാണാം. മഹാശ്മശാനത്തിൽ ശവങ്ങൾ എപ്പോഴും കത്തിക്കൊണ്ടിരിക്കും. മരണം ഇവിടെ പേടിപ്പെടുത്തുന്ന ഒന്നല്ല. തെരുവിലൂടെ നടക്കുമ്പോൾ ശവശരീരങ്ങൾ തൊട്ടടുത്തു കൂടി കടന്നു പോകുന്നതും കാണാം. കൂടെ നടക്കുന്നവർ കരയുന്നതും കാണുന്നില്ല. മോക്ഷം തേടിയവർ പരലോകത്തേക്ക് യാത്ര തിരിക്കുമ്പോൾ കരയാൻ പാടില്ലെന്ന വിശ്വാസം. ആരുടെ മുഖത്തും ഒരു ഭാവവ്യത്യാസങ്ങളും കാണുന്നില്ല. ഒരുപക്ഷെ മനുഷ്യൻ ഇത്രയേ ഉള്ളൂ എന്ന് അവരും മനസ്സിലാക്കിയേക്കാം. എൻ്റെ കാഴ്ചപ്പാടിൽ ആളുകൾ ഇവിടെ മരണപ്പെടുന്നത് ആത്മാവ് മോക്ഷം തേടി ഭഗവാനിലേക്കുള്ള മടക്കയാത്രയിലാണ് എന്ന സമാധാനമോ സന്തോഷമോ ഉണ്ടെങ്കിൽ പോലും വേർപാടിൻ്റെ വേദന എന്തെന്ന് അവരറിയുന്നുണ്ട്. മരണം ദൈവമാണ് നിശ്ചയിക്കുന്നത്. ഒരു പക്ഷേ ഇവിടെയാകാം, അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും. എന്തായാലും ഉറപ്പുള്ളത് ഇതുമാത്രമാണെന്ന് എന്നെ ആരോ ഓർമ്മപ്പെടുത്തുന്നു. എൻ്റെ കാഴ്ചപ്പാടിൽ ഊഹം കാത്തു നിൽക്കുന്നവരല്ലേ നമ്മളെല്ലാവരും. ചുരുക്കി പറഞ്ഞാൽ ഉറക്കവും ചെറിയ തോതിലുള്ള മരണമാണെന്ന് തോന്നിപ്പോകുന്നു. ഉണരുമെന്ന പ്രതീക്ഷ പോലുമില്ലാത്ത. ജീവിതത്തിൻ്റെ നശ്വരതയെക്കുറിച്ച് ഓർമ്മിപ്പിക്കുന്ന മണികർണിക ഘാട്ട്. ഇവിടെ എരിഞ്ഞടങ്ങുന്ന ചിതകൾ നമുക്ക് പറഞ്ഞു തരുന്നത് ഒരേയൊരു സത്യമാണ്: എല്ലാം ഇവിടെ അവസാനിക്കുന്നു എന്നത്. ഇവിടെ ഓരോ ഘാട്ടിനും ഓരോ കഥ പറയാനുണ്ട്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള മണികർണിക ഹരിചന്ദ്ര ഘട്ടുകളിൽ മൃതദേഹങ്ങൾ സംസ്കരിക്കുന്ന അല്ലെങ്കിൽ ദഹിപ്പിക്കുന്ന ചിതയ്ക്ക് തീയിടുന്ന പരമ്പരാഗത അവകാശികളാണ് ഡോം എന്ന വിഭാഗം. ഹിന്ദു വിശ്വാസം അനുസരിച്ച് ഇവരുടെ കയ്യിൽ നിന്നുള്ള അഗ്നിയിലൂടെ മൃതദേഹം ദഹിപ്പിക്കുന്നത് മരണാനന്തര മോക്ഷത്തിന് അത്യാവശ്യമാണെന്ന് കരുതപ്പെടുന്നു. ഏകദേശം 85ഓളം ഘാട്ടുകളുള്ള ഈ വാരണാസിയിൽ ഈ ഘാട്ടുകളിലെല്ലാം പോയി സന്ദർശിക്കണമെന്നുണ്ടെങ്കിൽ ഏതാണ്ട് ദിവസങ്ങൾ വേണ്ടിവരും. പക്ഷേ 100 രൂപ അല്ലെങ്കിൽ 150 രൂപ കൊടുക്കാൻ കഴിയുകയാണെങ്കിൽ ഇത്തരം ബോട്ട് സർവീസുകൾ അവൈലബിൾ ആണ്. കുറച്ച് സമയം കൊണ്ട് ഗംഗാനദീ തീരത്തുള്ള ഒട്ടുമിക്ക ഘാട്ടുകളും കാണാൻ കഴിയും. എന്നാൽ ചില പ്രശസ്തമായ ഘാട്ടുകളിൽ പോയി സന്ദർശിക്കുകയായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. കാശിയുടെ സംരക്ഷകൻ എന്നറിയപ്പെടുന്ന കാലഭൈരവൻ്റെ അനുവാദമില്ലാതെ വാരണാസിയിൽ താമസിക്കാനോ പ്രവേശിക്കാനോ കഴിയില്ല എന്ന് വിശ്വസിക്കുന്നു. അതുകൊണ്ട് ഭക്തർ കാശിയിൽ ആത്മീയ യാത്ര ആരംഭിക്കുന്നതിന് മുമ്പ് കാലഭൈരവൻ്റെ അനുഗ്രഹം തേടുന്നു. ഓരോരുത്തരെയും ഇവിടെ എത്തിക്കുന്നത് കാലഭൈരവനാണെന്ന് എവിടെയോ വായിച്ചതുപോലെ ഒരുപക്ഷെ എന്നെ ഇവിടെ എത്തിച്ചതും കാലഭൈരവനാകാം. വാരണാസി അഥവാ കാശി അതൊരനുഭവമാണ്. മുഴുവനായി പറഞ്ഞു തരാൻ കഴിയാത്ത ഒരനുഭവം, എക്സ്പീരിയൻസ്. അത് അനുഭവിച്ച് തന്നെ അറിയണം. അതിരാവിലെ ഗംഗാതീരത്തു കൂടെയുള്ള ആ മന്ത്രോച്ചാരണങ്ങൾ കേട്ടുകൊണ്ടുള്ള നടത്തം. ഒരുപക്ഷെ ഇതുതന്നെയായിരിക്കും ഞാൻ മുമ്പ് പറഞ്ഞ വിവരിക്കാൻ കഴിയാത്ത അനുഭവം. ശിവൻ്റെയും പാർവതിയുടെയും വാസസ്ഥലമായ വാരണാസിയുടെ ഉത്ഭവം ഇതുവരെ അജ്ഞാതമാണ്. ആത്മാവ് ശരീരത്തിൽ നിന്ന് വിട്ടുകഴിഞ്ഞാൽ പിന്നെ അത് വെറും ജീവനില്ലാത്ത ശരീരം മാത്രമാണ്. നമ്മളെ നമ്മളാക്കി വേർതിരിക്കുന്ന ആത്മാവില്ലാത്ത വെറും ഒരു ശരീരം. ചിതയിൽ നിന്നും ഉയരുന്ന പുകയുടെ മണം പോലും മനസ്സിലാവാത്ത നിമിഷങ്ങൾ. ഒരുപക്ഷെ ഇതുതന്നെയായിരിക്കും വർഷങ്ങളായി മണികർണിക ഘാട്ടിൻ്റെയും ഹരിചന്ദ്ര ഘാട്ടിൻ്റെയും മണവും. ഈ ഘാട്ടുകളുടെ മുന്നിലൂടെ ഒഴുകിപ്പോകുന്ന ഗംഗാനദിയിൽ മൺപാത്രത്തിലോ പൂവിലോ വെച്ച് ദീപം ഒഴുക്കുന്ന ആചാരത്തെ പ്രധാനമായും ദീപദാനം അല്ലെങ്കിൽ ദീപ്താൻ എന്ന് വിളിക്കുന്നു. ഇത് ഗംഗാ ആരതിയുടെ ഭാഗമായോ കാർത്തിക മാസത്തിൽ പിതൃക്കൾക്ക് വേണ്ടിയോ നടത്തുന്ന ഒരു വിശുദ്ധ ചടങ്ങാണ്. ഈ ദീപങ്ങൾ ഒഴുക്കുമ്പോൾ മുഖത്തേക്കെത്തുന്ന പ്രകാശത്തിൽ ശാന്തിയും സന്തോഷവും സമാധാനവും പ്രതിഫലിക്കുന്നത് കാണാം. ഹിന്ദുക്കളുടെ പരമമായ തീർത്ഥാടന കേന്ദ്രമായ വാരണാസിയിൽ അഥവാ കാശിയിൽ മരിക്കാൻ അനുഗ്രഹിക്കപ്പെട്ട ഒരാൾക്ക് ജനന പുനർജന്മ ചക്രത്തിൽ നിന്ന് മോക്ഷവും മോചനവും ലഭിക്കുമെന്ന് ഹിന്ദുക്കൾ വിശ്വസിക്കുന്നു. വാരണാസിയിലെ പ്രഭാതത്തിലെയും സന്ധ്യാസമയത്തെയും ഗംഗാരതി മനോഹരമായ ശംഖുനാദത്തിൻ്റെയും മണിനാദത്തിൻ്റെയും അകമ്പടിയുടെ പൂജാരിമാർ വലിയ വിളക്കുകൾ ഉയർത്തി നടത്തുന്ന അതിമനോഹരമായ ഒരു ആത്മീയ ചടങ്ങാണ്.
ഭക്തിയും സമാധാനവും നിറയ്ക്കുന്ന ഈ ദൃശ്യം മനസ്സിലെ നെഗറ്റീവ് ചിന്തകൾ ഇല്ലാതാക്കുമെന്നും സമാധാനം നൽകുമെന്നും വിശ്വസിക്കുന്നു. ഏതു ജീവജാലത്തിൻ്റെ കണ്ണിലേക്ക് നോക്കുമ്പോഴും എല്ലാവരും മോക്ഷത്തിലേക്കുള്ള യാത്രയിലാണെന്ന് തോന്നിപ്പോകും. ഗംഗാ നദിക്ക് മനുഷ്യരുടെ പാപങ്ങൾ കഴുകിക്കളയാനുള്ള ശക്തിയുണ്ടെന്ന് വിശ്വസിക്കുന്നു. അതുകൊണ്ട് ഈ നദിയെ പവിത്രമായി ഹിന്ദുക്കൾ കാണുന്നു. വാരണാസി എന്ന നഗരത്തിന് ആ പേര് ലഭിച്ചത് വരുണ, അസി എന്നീ 2 നദികളിൽ നിന്നാണെന്ന് വിശ്വസിക്കുന്നു. വരുണ നദി വാരണാസിയുടെ വടക്കേ അതിർത്തിയിലൂടെ ഒഴുകി ഗംഗാ നദിയിൽ ചേരുകയും അസി നദി നഗരത്തിൻ്റെ തെക്കുഭാഗത്തുകൂടി ഒഴുകി ഗംഗയിൽ ചേരുകയും ചെയ്യുന്നു. ഈ 2 നദികൾക്കിടയിലുള്ള പുണ്യഭൂമിയാണ് വാരണാസി എന്നറിയപ്പെടുന്നത്.